സ്നേഹത്തിൻ പൂനിലാവേ എന്നുള്ളിൽ വെൺശോഭയേക. മത്തായി 10:41. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 41-ാം വാക്യം. പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന്, പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലവും നീതിമാനായി സ്വീകരിക്കുന്നവന് നീതിമാന്റെ പ്രതിഫലവും ലഭിക്കുന്നു. അതായത് പ്രവാചകനെ നീതിമാനായിട്ട് കണക്കാക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കത്തില്ല. അതാ വിഷയം. നിങ്ങൾ എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്? നിങ്ങൾ ദൈവവചനത്തിനാണ് മോർ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പം ഞാൻ ഇവരുടെ ഹിസ്റ്ററി തിരക്കും. അപ്പം നിങ്ങളെ കുഞ്ഞിനെ ഇങ്ങനെ അബോട്ട് ചെയ്ത് കളയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഉടനെ ഇവിടെ ഇൻഫ്രാസ്ട്രക്ചറാണ് അന്വേഷിക്കുന്നത്. നിങ്ങൾ ദൈവവചനത്തിന് വേണ്ടി നേരത്തെ ജീവിച്ചിട്ടുണ്ടോ? ദൈവവചനത്തിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്കറിയാവോ? ദൈവവചനത്തിനെക്കുറിച്ച് നിങ്ങൾക്ക് ആഴമായ ബോധ്യമുണ്ടോ? കർത്താവ് ഇങ്ങനെ ഒരു വചനം പറഞ്ഞാൽ വിശ്വസിക്കാനുള്ള കഴിവുണ്ടോ? കുറേ ചോദ്യങ്ങൾ ചോദിക്കും. ചോദ്യങ്ങളെല്ലാം ഓക്കെയാണെങ്കിൽ ഞാൻ പറയും കീപ് ദ ചൈൽഡ്, കുഞ്ഞിനെ സൂക്ഷിക്കുക. കർത്താവ് ഇതിൻ്റെ എന്തെങ്കിലും കേടുണ്ടെങ്കിൽ ഗർഭത്തിൽ വെച്ച് തന്നെ കർത്താവ് ഇതിനെ പരിഹരിച്ചിട്ട് നിനക്ക് ആരോഗ്യമുള്ള കുഞ്ഞിനെ തരും. എന്താണ്? അവൾക്ക് എൻ്റെ കഴിവുണ്ട്. കർത്താവിൻ്റെ വചനം വിശ്വസിക്കാൻ ഒരു കഴിവ് വേണം. ഈ ദിവസങ്ങളിലെ സിമി ജോൺ എന്നും പറഞ്ഞൊരു മോളൊരു സാക്ഷ്യം പറഞ്ഞായിരുന്നു. സിമി ജോണിൻ്റെ കുറേ സാക്ഷ്യങ്ങളുണ്ട്. അതിൽ ഒരു സാക്ഷ്യം എനിക്കിഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിമി ജോണിന് 6 പ്രാവശ്യം മറ്റേ OETക്ക് തോറ്റ്. 6 പ്രാവശ്യം OETക്ക് തോറ്റെന്ന് പറയുമ്പോൾ ഒരു വല്ലാത്ത തോൽവിയായി. അപ്പം 6 പ്രാവശ്യമൊക്കെ തോക്കുമ്പോൾ ഒരു മനുഷ്യൻ ചിലരുടെ കോൺഫിഡൻസ് പോകും, ചിലരുടെ കോൺഫിഡൻസ് കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് നിരാശയുടെ വിഷയം കാണുന്നവർക്ക് കോൺഫിഡൻസ് പോയിക്കൊണ്ടിരിക്കും. അല്ല, ഇത്രയും 6 പ്രാവശ്യം തോറ്റതല്ലേ, അത് തന്നെയാണ് എൻ്റെ ജയം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കർത്താവ് ഞാനൊരു ബിലോ ആവറേജ് സ്റ്റുഡൻ്റാണ്, എന്നെ ഇവിടെ വരെ എത്തിച്ചില്ലേ, എൻ്റെ റിസൾട്ടിൽ മാറ്റമുണ്ടല്ലോ, പോസിറ്റീവായിട്ട് ചേഞ്ച് ഉണ്ടല്ലോ, അപ്പോൾ 7ാമത്തെ പ്രാവശ്യം ജയിക്കും എന്ന് പരിശുദ്ധാത്മാവ് അവർക്ക് തോന്നിക്കും. അപ്പോൾ അതാണ് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ എന്താണ്, അതനുസരിച്ചാണ് ദൈവം പ്രവർത്തിക്കണം അതിൻ്റെ അടുത്ത്. അപ്പോൾ ഉടനെ അവർക്ക് പ്രത്യാശ ഉണ്ടാവും, അവർ സന്തോഷത്തിൽ വന്ന് 7ാം പ്രാവശ്യം എഴുതും. ഈ സിമി ജോണിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യാശയുമില്ല, നിരാശയുമില്ല, ജീവിക്കണമെന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ, ആശ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഉണ്ടാകത്തില്ല, അവർക്ക് ന്യൂട്രൽ കേസ് ഉണ്ടാവും. പ്രത്യാശയുമില്ല, നിരാശയുമില്ല, പിന്നെന്താ ഉള്ളത്? ജീവിക്കണമെന്നുള്ള ആശ. ഞാൻ ഇത്രയും പൈസ ഇതിനത് ഇൻവെസ്റ്റ് ചെയ്ത് 35 രൂപ വേണമല്ല OETക്ക് ഒരു പ്രാവശ്യം. അപ്പോൾ അവസാനം വന്നപ്പോൾ ഈ 7ാമത്തെ പരീക്ഷയുടെ സമയം വന്നപ്പോൾ ഇവർക്ക് ജലദോഷം, പനി, തൊണ്ടകാഴ്ച, ചുമ, അതങ്ങനെ ന്യൂമോണിയയിലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സംസാരിക്കാൻ പോലും പറ്റണില്ല. അപ്പോൾ അവർക്ക് തോന്നി, ഈ സിമിജോനെ നോക്കി എന്ന് പരീക്ഷ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം, കാര്യം ഇപ്പോൾ ക്ഷീണമാണല്ലോ, രോഗമാണല്ലോ, എക്സ്റ്റെൻഡ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവർ ഇതിൻ്റെ ഓഫീസിൽ വിളിച്ചു ചോദിച്ചു, എനിക്ക് പാടില്ല, ഞാൻ കിടപ്പാണ്, എനിക്ക് 7ാമത്തെ പരീക്ഷ എഴുതാൻ പറ്റുമെന്ന് തോന്നണില്ല, അപ്പോൾ എനിക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് തരണമെന്ന് പറയും. ഉടനെ അവർ പറയും എക്സ്റ്റെൻഡ് ചെയ്യാൻ കുഴപ്പമില്ല, 14,000 രൂപ എക്സ്ട്രാ കെട്ടിവെക്കാൻ പറയും. 15,000 രൂപ കെട്ടിവെക്കണമല്ലോ. അപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 14,000 രൂപ എക്സ്ട്രാ കെട്ടിവെക്കാൻ പറയും. അപ്പോൾ അതോടുകൂടി പറഞ്ഞ് അവൾ ഭയങ്കര പാവപ്പെട്ട പെണ്ണാണ്, അതുകൊണ്ട് അത് പൈസ ഇല്ല, കാര്യം ഇത്രയും എഴുതിയില്ലേ, 35 രൂപ വെച്ച് 6 പ്രാവശ്യം ഓൾറെഡി കൊടുത്തു. ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ വന്നപ്പോൾ വീണ്ടും ആ 35ൻ്റെ കൂടെ വേറെ ഒരു 15 എന്ന് പറയുമ്പോൾ 49,000 രൂപ വരും. അപ്പോൾ ആ പൈസ വീട്ടിലില്ല. അപ്പോൾ അവൾ എന്ത് ചെയ്യും? കർത്താവിനോട് പറയാം. അപ്പം അവളെ മാതാവിനോട് ഈ 6 പ്രാവശ്യം തോറ്റെങ്കിലും ഇപ്പോൾ ഈ കാലത്ത് പുതിയ കാലം അവസാനമായപ്പോൾ ഉടമ്പടിയൊക്കെ എടുത്ത് മാതാവുമായിട്ട് ഒരു ഡയലോഗിങ് കണ്ടീഷനിലൊക്കെ ആയിട്ടുണ്ട് ആൾ. അപ്പോൾ മാതാവിനോട് പറയും, അമ്മേ കാശില്ലല്ലോ, എനിക്ക് എഴുതാനും പറ്റത്തില്ല, എനിക്ക് കാശ്. ഉടമ്പടിക്കുള്ളൊരു ഗുണമെന്ന് പറയുന്നത് സെൽഫ് ഡയലോഗ് ഭയങ്കരമായിട്ട്. ഉടമ്പടിയുടെ ഒരു ഗുണം എന്താണ്? ബയലാട്ടർ ഉടമ്പടിയല്ലേ. ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താണ്? ബയലാട്ടർ എഗ്രിമെൻ്റ് അല്ലേ. അപ്പോൾ അമ്മയുടെ മധ്യസ്ഥത്തിലല്ലേ. അപ്പോൾ ഉടമ്പടി വിഷയത്തിന് മേലെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് അമ്മയോട് സംസാരിക്കാം, ഒരു ഗ്രൗണ്ടുണ്ട്, ഗ്രിപ്പുണ്ട്. ആ ഉടമ്പടിയുടെ ഏറ്റവും വലിയ ഗുണം അതാണ്. ദൈവസ്നേഹമുള്ള കുഞ്ഞുങ്ങൾക്ക് ഇത് ഭയങ്കര സൂപ്പറാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർ ദൈവമായിട്ട് ഉടമ്പടി ചെയ്തിരിക്കുകയാണ്. ഉടമ്പടി പ്രകാരം അവർ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നുണ്ട്. ഉടമ്പടി പ്രകാരം അവർ ഉപവി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്, പ്രാർത്ഥനാ ജീവിതം നയിക്കുന്നുണ്ട്, വിശുദ്ധ ജീവിതം നയിക്കുന്നുണ്ട്.
പക്ഷേ അവർക്ക് കഴിവില്ല, കപ്പാസിറ്റി ഇല്ല, മെരിറ്റില്ല. പക്ഷേ ഇപ്പോൾ എന്നാ പറ്റി? പണ്ടേ മെരിറ്റില്ല, ഇപ്പം രോഗിയുമായി. അപ്പോൾ അവർക്ക് എഴുതാനും പറ്റുന്നില്ല. അമ്മയോട് ചോദിക്കും, അമ്മേ എനിക്ക് എഴുതാൻ പറ്റത്തില്ല, അതിനുള്ള ആവതില്ല, പക്ഷേ പൈസ എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റത്തില്ല, കാലണക്ക വീട്ടിലില്ല. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറയും. ഞാൻ എന്ത് ചെയ്യും കേടാ. അപ്പം അതായത് ഇവൾ ഉടമ്പടിയിൽ ഉള്ളത് കൊണ്ടും അവൾ സത്യമായിട്ട് ഉടമ്പടി പാലിക്കുന്നത് കൊണ്ടും അവൾക്ക് കമ്മ്യൂണിക്കബിളാണ്, ദൈവമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഉടമ്പടിയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് മറ്റ് പ്രാർത്ഥനാ രീതികളിൽ നിന്ന് ഒന്ന് കമ്മ്യൂണിക്കേഷനാണ്, ഡയലോഗാണ്. ദൈവമായിട്ടൊക്കെ സംസാരിക്കാൻ പറ്റും. അപ്പോൾ അമ്മ അവളോട് പറഞ്ഞു, ടെക് ദ ബെഡ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞു. ഞാൻ പറയുന്ന പോലെ പറഞ്ഞു, നീ വേദന എടുത്ത് നോക്കാൻ പറഞ്ഞു. നീ എന്ത് ചെയ്യുക, എൻ്റെ 14,000 രൂപ എക്സ്ട്രാ അടക്കാനില്ല, പരീക്ഷ എഴുതാനുള്ള ആരോഗ്യമില്ല, ബോലക്കേടായിട്ട് കിടക്കുകയാണ്, ശ്വാസം മുട്ടിയിരിക്കുകയാണ്, സംസാരിക്കാൻ പറ്റണില്ല, ശബ്ദം പുറത്തു വരുന്നില്ല, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്പീക്കിംഗ് ഉണ്ടല്ല. അപ്പോൾ ഇവിടെ തൊണ്ടയ്ക്ക് നീര് കെട്ടിയിട്ട് മിണ്ടാൻ പറ്റാത്ത ആൾ എന്ത് സ്പീക്ക് ചെയ്യാനാണ്? അപ്പോൾ അത് നടക്കാത്തത് കൊണ്ടാണ് ഇവൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറയണത്. അപ്പോൾ അമ്മയോട് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കും. അമ്മയോട് ചോദിക്കുമ്പോൾ അമ്മ പറയും വചനമെടുത്ത് നോക്കാൻ പറയും. വചനമെടുത്ത് നോക്കിയപ്പോൾ വചനമെടുത്ത് തുറക്കുകയും ഇവൾക്ക് കിട്ടിയത് ഐസയ 58:11 കിട്ടും. ശ്രുതികട്ടെ ഹല്ലേലൂയ. യെശയ്യാ 58:11. 58:11 യെശയ്യ. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും. പറഞ്ഞ കർത്താവ് നിന്നെ നിരന്തരം നയിക്കും. അതാണ് സംഭവം. ഇവക്ക് പാടില്ല, കാശില്ല, സംസാരിക്കാൻ പറ്റണില്ല, രോഗമാണ്, കിടപ്പിലാണ്. ഇവളെ പിടിച്ച് നയിക്കേണ്ടി വരും ഇനി. അപ്പോൾ എന്താ അമ്മ പറയണത്? കർത്താവ് നിന്നെ പറഞ്ഞേ, കർത്താവ് നിന്നെ നിരന്തരം നയിക്കും. മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും. മരുഭൂമി എന്ന് പറഞ്ഞാൽ നോബടി, തണലില്ല, ഒരു മരം പോലും ഇല്ല. അപ്പോഴങ്ങനെയുള്ള സ്ഥലത്ത്, മരുഭൂമി വിജനമായൊരു സ്ഥലമാണ്, ആരും സഹായിക്കുന്നില്ല. അപ്പോൾ മരുഭൂമിയിലും വിജനമായ സ്ഥലത്തും എന്താണ്? നിനക്ക് സമൃദ്ധി നൽകും. അതെ, നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും. നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെ ആകും നീ. ഇത് വചനം കേൾക്കുമ്പോഴേ ഈ സിമി ജോണിന് പ്രത്യേകിച്ച് അനോയിൻറ്റഡ് ആവും, പെട്ടെന്ന് അനോയിൻറ്റഡ് ആവും. അതാണ് ഈ വചനത്തിന് ഈ റീഡിങ് അനോയിൻമെൻ്റ് എന്ന സംഭവമുണ്ട്. നിങ്ങൾ ചുമ്മാ പേപ്പർ വായിക്കണ പോലെയും മണക്കുമാസ പുസ്തകം വായിക്കണ പോലെയും വചനം വായിച്ചിട്ടാണ് റീഡിങ് അനോയിൻമെൻ്റ് എന്ന് പറഞ്ഞൊരു പവർ. കാര്യം ഇത് ഹൈ ടെമ്പർ ഹോളി സ്പിരിറ്റിലാണ് വചനം എഴുതിയിരിക്കുന്നത്. ഇതിൽ വായിക്കുമ്പോൾ തന്നെ ആ നമ്മുടെ ഫോർമാറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ ഫോർമാറ്റ് കറക്റ്റാണെങ്കിൽ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടൊരു വിശുദ്ധ ജീവിതം നയിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്താ കാര്യം? ഇത് വായിക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ പവർ നമ്മളിലേക്ക് അടിക്കും. ഇപ്പോൾ സിമി ജോൺ പറയണത്, ഇത്രയും കേട്ടപ്പോൾ ഞാൻ ഓക്കെ ആയി, പെഡൽ കണ്ടിച്ചാലും ഞാൻ എഴുതുമെന്ന് പറഞ്ഞു. അതാണ് വിഷയം. തീരുമാനം തന്നെ ആരുമില്ല, ഒരു അച്ഛനും ഇല്ല, കൗൺസിലറും ഇല്ല, ആരുമില്ല, കർത്താവ് അവളും മാത്രമേ ഉള്ളൂ. എന്താ ഇത്രയും കേട്ടപ്പോൾ എന്താണ്? മരുഭൂമിയിൽ ഞാൻ നിന്നെ സന്ധിക്കും. പിന്നെ എന്തൊക്കെയാണ് പറയണത്? കുറേ കാര്യം പറയുന്നുണ്ട്. എന്താണ്? വായിച്ചോളൂ. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും. ഇനി നിന്നെ പരീക്ഷ വരെ നിനക്ക് പാടില്ലല്ലോ, അതിൻ്റെ മെറിറ്റ് എല്ലാം പോയി. സംസാരിക്കാൻ സ്പീക്കിങ്ങിനുള്ള ആളിന് സംസാരിക്കാൻ പോയി പറ്റണില്ല. അപ്പോൾ ആ ഒരവസ്ഥയായി. പിന്നെ എന്താണ്? ഇനി നയിക്കണത് ആരായിരിക്കും? കർത്താവ് നിന്നെ പറഞ്ഞേ, കർത്താവ് നിന്നെ നിരന്തരം നയിക്കും. കൈയടിക്കട്ടെ. നന്ദി പറയുന്നു. പുതിയ വഴികൾ തുറന്നിടുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ഹല്ലേലൂയ. കർത്താവ് നിന്നെ നിരന്തരം മരുഭൂമിയിൽ സമൃദ്ധി നൽകും. അധിക ബലം നിന്റെ അസ്ഥികൾക്കേ. കർത്താവ് നിന്നെ നിരന്തരം മരുഭൂമിയിൽ സമൃദ്ധി നൽകും. അധിക ബലം നിന്റെ അസ്ഥികൾക്കേ. നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ, ഒരിക്കലും പറ്റാത്ത തേനരുവി പോലും. നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ, ഒരിക്കലും പറ്റാത്ത തേനരുവി പോലും. നീയായിത്തീരും, തേനരുവി പോലായിത്തീരും. നീയായിത്തീരും, തേനരുവി പോലായിത്തീരും.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ എപ്പോഴും ഉടമ്പടി എടുത്ത് ഉറങ്ങി ജീവിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങളൊന്ന് ഉണരണം. നിങ്ങളെ കൊണ്ടുവന്ന് ഇടിച്ചു തല്ലി കൊണ്ടുവന്ന് ചെയ്തിരിക്കുന്ന സംഭവമല്ല. ഉടമ്പടി ജീവിത ഫോർമാറ്റിലേക്ക് സത്യസന്ധമായിട്ട് നിങ്ങൾ ഉടമ്പടിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ദൈവം ആരാണെന്ന് നിങ്ങൾ അറിയും. ഇവരോട് എന്താ പറഞ്ഞിരിക്കുന്നത്? നീ പോകുന്നത് നിൻ്റെ എക്സ്പെൻസിലല്ല, എൻ്റെ എക്സ്പെൻസിലാണ്. നിന്നെ കൈപിടിച്ച് ഞാൻ നിരന്തരം നയിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ജയിച്ച് തിരിച്ച് ജോലി കിട്ടുന്നവരെ ഞാൻ നിന്നെ നയിച്ചുകൊണ്ട്. നിരന്തരം എന്ന് പറഞ്ഞിരിക്കണതേ ഭയങ്കരമാണ് ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഒരു കൂറ് വഴി നടത്തൽ നിങ്ങൾക്ക് അവകാശമാക്കാനുള്ള യോഗ്യതയുണ്ട്. പക്ഷേ അവകാശമാക്കാനുള്ള പരിശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ടെക്നിക്കലായിട്ട് ഗിമിക്കുകൾ കാണിച്ചാലും ദൈവം വഴിപ്പെടത്തില്ല. എന്നാൽ പത്രം കൊടുക്കണം. ശരി, പത്രം കൊടുത്തേക്കാം. എത്ര ഉണ്ട്? 18. 18 പേർക്ക് കൊടുക്കുക. തീർന്ന്. പിന്നെന്താ പറഞ്ഞ അച്ഛൻ? അച്ഛൻ എന്താ പറഞ്ഞത്? അച്ഛൻ പറഞ്ഞ കാരുണ്യപ്പെടുന്നു. ശരി, ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. മര്യാദയ്ക്ക് ദൈവത്തോടാണ് ഈ ഉടമ്പടി ചെയ്തിരിക്കണത്. ദൈവം എന്നെ തൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടി വിളിച്ചിരിക്കുകയാണ്. ഞാനിനി എൻ്റെ ജീവിതകാലം ദൈവത്തിന് ഒപ്പിച്ച് ജീവിക്കും എന്ന് ആദ്യമേ തന്നെ തീരുമാനിക്കണം. കാര്യം ഉടമ്പടി ബന്ധമല്ലേ. അല്ലാതെ നീ വിചാരിക്കണത്, നീ ഇപ്പോഴത്തെ തന്നെ പറയണത് പാസ്സാകണ വരെ ഇങ്ങനെയൊക്കെ കറങ്ങി നടക്കാമെന്ന് വിചാരിക്കും. അല്ലെങ്കിൽ ജോലി കിട്ടണ വരെ എന്നൊക്കെ നിൻ്റെ മനസ്സിലുണ്ടാകും. നിന്നെ തോൽപ്പിക്കണത് നിൻ്റെ ഉള്ളിലുള്ള നീ തന്നെയാണ്. കാര്യം നിൻ്റെ മനസ്സിലുള്ളതെല്ലാം ദൈവത്തിന് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. നീ വിചാരിക്കണത് എന്താണ്? ഉടമ്പടിയില്ലേ, കുഴപ്പമില്ല, 90 ദിവസം നോക്കിയാൽ മതിയല്ല. 90 ദിവസം നോക്കിയാൽ മതിയില്ല. നീ എന്ത് നോക്കാൻ പോവുകയാണ്? നീ ഏതാണ്ട് ദൈവത്തിന് ഏതാണ്ട് വലിയ ഔദാര്യം ചെയ്യാൻ പോവുകയാണ്. എന്താണ്? തിന്മ പ്രവർത്തിക്കാതെ ഇരുന്നോളാം ദൈവത്തിന് വേണ്ടി. നീ തിന്മ പ്രവർത്തിക്കാതിരുന്നു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ദൈവം ഉണ്ടാകത്തില്ല. അപ്പോൾ നീ ഇങ്ങനെ വെച്ച് നിൻ്റെ പാപം വെച്ച് ദൈവമായിട്ട് വിലപേശരുത്. മറിച്ച് വിശുദ്ധിയോടെ ജീവിക്കാനുള്ള സ്വതസിദ്ധമായ ഒരു പരിശ്രമം നിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം. സ്വതസിദ്ധമായ പ്രവർത്തനം. എന്താ വിഷയം എന്ന് പറയുമ്പോൾ ഇത് എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ. ഒന്ന് മെരിറ്റിൽ ജീവിക്കണതും രണ്ടാമത് ഗ്രേസിൽ. 2 തരം ലോകത്ത് മനുഷ്യരാണുള്ളത്. ഒന്നെന്താണ്? ഒന്ന് മെരിറ്റിൽ ജീവിക്കുന്നവരുണ്ട്, രണ്ടാമത്തത് ഗ്രേസിൽ ജീവിക്കണത്. മെരിറ്റിൽ ജീവിക്കണമെന്ന് പറയുമ്പോൾ അവരുടെ ആരോഗ്യം, അവരുടെ കഴിവ്, അവരുടെ ഗുണ്ടായിസം, അവരുടെ വൃത്തികെട്ട കൂട്ടുകൾ, അവരുടെ കഞ്ചാവ് സെറ്റുകൾ, അവരുടെ ഊളക്കൂട്ടുകെട്ടുകൾ, അവരുടെ വർത്തമാനങ്ങൾ, അവരുടെ ഉപദേശങ്ങൾ, അങ്ങനെയൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അത് മെരിറ്റിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. മറ്റൊന്ന് പറയണത് നമ്മൾ പരമാവധി പാപം ഒഴിവാക്കിക്കൊണ്ട് വിശുദ്ധിയിൽ ജീവിക്കാൻ വേണ്ടി ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചും ചില ക്ഷമിക്കപ്പെടാണ്ടാത്ത കാര്യമില്ലാത്ത സ്ഥലത്ത് പോലും നമ്മൾ ദൈവത്തിന് വേണ്ടി തോറ്റുകൊടുത്തും അതിൻ്റെ പേരിൽ സമാധാനം ഉണ്ടാക്കിയും നമ്മൾ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കുന്ന വേറൊരു ജീവിതമുണ്ട്. ബൈബിൾ പ്രിഫർ ചെയ്യണത് ആ ഒരു ജീവിതമാണ്. ബൈബിൾ പ്രിഫർ ചെയ്യണത്. ഇപ്പോൾ സിമി ജോൺ എന്താണ്? സിമി ജോണിൻ്റെ മെറിറ്റ് എല്ലാം പോയിരിക്കുകയാണ്. ദൈവമായിട്ട് ഇടപെടുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഉടമ്പടി പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പം ചില ആൾക്കാർ പറയും മരുന്ന്, ഇപ്പം ചില പരുവിനൊക്കെ നമ്മൾ മരുന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറ്റണത്? പെട്ടെന്ന് പഴുത്തിട്ടുള്ള പഴുപ്പെല്ലാം ഇളകിപ്പോവും. അപ്പോൾ നമ്മൾ ഡോക്ടറിനോട് പറയും, ഡോക്ടറെ മരുന്ന് കഴിച്ചിട്ട് പഴുക്കണ ചെയ്ത് പൊറുക്കാൻ വേണ്ടി കഴിച്ചതാണ്, പക്ഷേ പഴുക്കണ ചെയ്തെന്ന് പറയും. ഡോക്ടർ മൈൻഡ് ചെയ്യത്തില്ല. എന്താ കാര്യം? അത് പഴുക്കാനുള്ളതാണ്. പഴുത്ത് കഴിഞ്ഞിട്ട് പഴുപ്പ് പോയിട്ടാണ് പിന്നെ പൊറുക്കണത്. അതുപോലെ ഉടമ്പടിയിൽ ആദ്യം ഉടമ്പടി പിടിച്ച് ഉടമ്പടി പിടിക്കാൻ പോകുന്നത് നമുക്കറിയാൻ പറ്റും. എന്താണ്? ഉള്ള മെരിറ്റ് കൂടി പോകും. ഇപ്പം സിമിക്ക് എങ്ങനെയല്ല സംഭവിച്ചത്? സിമി 6 പരീക്ഷ ഉടമ്പടി എടുക്കാതെ 6 പരീക്ഷ എഴുതിയിട്ട് ഒരു പ്രശ്നമില്ലാഞ്ഞില്ല. അവൾ എടുത്തു, തോറ്റെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അവൾക്ക് ശരീരത്തിന് കുഴപ്പമൊന്നുമില്ല, സ്പീക്കിങ്ങിന് കുഴപ്പമൊന്നുമില്ല, മര്യാദയ്ക്ക് സംസാരിച്ചത്. ഇപ്പം എന്നാ പറ്റി? ഉടമ്പടി എടുക്കണ മുമ്പ് തൊണ്ടക്ക് കുഴപ്പമില്ല. ഇപ്പോൾ ഉടമ്പടി എടുത്തപ്പോൾ എന്താ പറ്റി? ഉള്ള തൊണ്ടയും കൂടി പോയി. കണ്ടാ? നമ്മളത് മനസ്സിലാക്കണം. ഇതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ പറഞ്ഞു തരാനാണ് ഈ കൗൺസിലിംഗ് ഒക്കെ വെച്ചിരിക്കുന്നത്. ഇതൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഈ ആദ്യ ചൊവ്വാഴ്ച ധ്യാനം നിങ്ങൾ കൂടണമെന്ന് പറയേണ്ട കാര്യം ഇതാണ്. അപ്പോൾ ചില സമയത്തുള്ള മെറിറ്റ് കൂടി പോകും. ഇപ്പോൾ നിങ്ങൾ കുടിയനായ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ അയാൾ വേറെ സ്ത്രീകളുമായിട്ടൊക്കെ കുറച്ച് ചങ്ങാത്തം ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ അത് ചിലപ്പോൾ കൂടിയെന്ന് വരും പെട്ടെന്ന്. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യും? നിങ്ങൾ ഉടനെ വിറച്ച് തല്ലി പ്രാർത്ഥന നിർത്തി നിലവിളിയും കൂട്ടി ഉള്ള തിരിയും കൂടി ഊതിക്കെടുത്തി നിങ്ങളിങ്ങനെ തിരട്ട പോലെ ചിരട്ട് കിടക്കും. ഇങ്ങനെയുള്ള അലവലാദികൾ ഉടമ്പടി എടുക്കരുതെന്ന് എൻ്റെ അഭിപ്രായം. കാര്യം ഒന്നാമത് ദൈവത്തിൻ്റെ മുമ്പിൽ വരാനുള്ള യാതൊരു സെൻസ് നിങ്ങൾക്കില്ല.
ദൈവദിവസത്തിന് വരുമ്പോൾ ആദ്യം നിൽക്കാൻ പഠിക്കണം. ഒന്ന്, ഈ വിഷയം ചിലപ്പോൾ കുറച്ചുകൂടി മുറിച്ചിക്കും. എന്താണ്, ഉള്ള മെറിറ്റ് കൂടി പോവും. ഉടമ്പടി വർക്ക് ചെയ്യണം എങ്ങനെയാണ്? നോട്ട് ബൈ മെറിറ്റിലെന്ന് ആദ്യമേ പറയണില്ലേ ഞാൻ, നിങ്ങളുടെ യോഗ്യത കൊണ്ടല്ലെന്ന് പറയണില്ലേ നിങ്ങളെ. അപ്പോൾ ഞാനിപ്പോൾ സംശയ രോഗമുള്ള ഹസ്ബൻഡാണ്, അല്ലെങ്കിൽ വേറെ സ്ത്രീകളൊക്കെ ആയിട്ടുള്ള ബന്ധമുള്ള അല്ലെങ്കിൽ കെയർലെസ് ആയിട്ടുള്ള ബിഹേവിയറുള്ള ഭാര്യയാണെങ്കിൽ, ഭർത്താക്കന്മാർ കംപ്ലയിൻറ്റ് ചെയ്യണമെങ്കിലും ചില ഭാര്യമാർ ഇട്ടു പോയാലും ഞാൻ പറയും ഇനി ആരെയും വിടണ്ട കേട്ടോ എന്ന് പറയും. ഇനി ആരെയും, ഇപ്പോൾ അവളെ പെണ്ണും പഴമുള്ള വഴക്കിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്താ അയാളോട് പറയണത്, ഇനി ആരെയും മധ്യസ്ഥത്തിന് വിടണ്ടെന്ന് പറയും. എന്താ കാര്യം? നോട്ട് ബൈ മെറിറ്റിലല്ലേ ഉടമ്പടി വർക്ക് ചെയ്യണത്. ഉടമ്പടി ഉപദേശം ഉണ്ടല്ലോ. അവരെന്താ പറയണത്, ഇനി ആരെയും മധ്യസ്ഥന് വിടണ്ട. കാര്യം എൻ്റെ അനുഭവത്തിലുണ്ട്, മധ്യസ്ഥൻ പറഞ്ഞത് ആണും ഭാര്യയും ഭർത്താവും കൂടി പിരിഞ്ഞ് അവസാനം ഭർത്താവിൻ്റെ കൂട്ടുകാരൻ ഇവരുടെ അടുത്ത് മധ്യസ്ഥനായിട്ട് പോവുകയാണ്. മധ്യസ്ഥനായിട്ട് അപ്പോൾ ഞാൻ ഈ ഭർത്താവ് വന്ന് എൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് സ്റ്റാറ്റസ് എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ്, അയാൾ പറഞ്ഞ് എൻ്റെ കൂട്ടുകാരനോട് ചെന്ന് അവളെ വിളിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം പറഞ്ഞു തീർക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അയാളോട് ചോദിച്ച്, അവൻ്റെ പേര് തോമസ് എന്നല്ലേ? അച്ഛനെ എങ്ങനെ അറിയാം? അച്ഛനെ എങ്ങനെ അറിയാമോ? ഞാൻ പറഞ്ഞ് അവൻ മിക്കവാറും അവളെ കെട്ടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. എന്താണ് പ്രശ്നം? എന്താ പ്രശ്നം എന്നറിയാമോ? ഈ ആളിൻ്റെ കൈ എൻ്റെ ബൈബിളിൽ വെച്ചിട്ട് പുറത്ത് കൈ വെച്ചപ്പോൾ ഞാൻ ഈ കൂളിംഗ് ഗ്ലാസ് വെച്ച ഒരു തോമസ് സാറിനെ കണ്ട്, എൻ്റെ പി ഒ തോമസ്, എന്നെ സൈക്കോളജി പഠിപ്പിച്ചാണ് കോളേജിൽ. പി ഒ തോമസിനെ കണ്ട്. അപ്പോൾ ഈ കൂളിംഗ് ഗ്ലാസ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ഈ ദർശനത്തെ കൂളിംഗ് ഗ്ലാസ് വന്നു കഴിഞ്ഞാൽ അവൻ കള്ളനാണെന്ന് എൻ്റെ അർത്ഥം. പി ഒ തോമസ് കള്ളനല്ല. ദർശനത്തെ കൂളിംഗ് ഗ്ലാസ് മര്യാദയ്ക്ക് വെറുതെ ഇരിക്കുന്ന സമയത്ത് കൂളിംഗ് ഗ്ലാസ് വെച്ച് നടക്കുമ്പോൾ അവൻ എന്തോ ഒരു ജാടയുണ്ടെന്ന് എൻ്റെ അർത്ഥം. അപ്പോൾ ഞാൻ പറഞ്ഞ്, അതാണ് ഈ തോമസിനെ, എനിക്ക് ഇയാളെ വിട്ട ആളെ എനിക്ക് അറിയത്തില്ലല്ലോ. എനിക്ക് മനസ്സിലായില്ലേ? ഈ ആൾ ഭാര്യയെടുത്ത് കോംപ്രമൈസ് ചെയ്ത് വിട്ട ആളിൻ്റെ പേര് തോമസ് ആണെന്ന് എനിക്കറിയത്തില്ല. അത് തോമസ് ആണെന്ന് കർത്താവിനെ എന്നെ മനസ്സിലാക്കാൻ വേണ്ടി എനിക്ക് മനസ്സിലാകുന്ന തോമസിനെ ദർശനത്തിൽ അവതരിപ്പിക്കുകയാണ്. ദൈവം എന്ത് രസമാണെന്നറിയാം ദൈവത്തിന് കൂടെ ജീവിക്കുന്നത്. എന്നിട്ട് ഈ തോമസ് ഫേക്കാണെന്ന് പറയാൻ വേണ്ടിയാണ് കൂളിംഗ് ഗ്ലാസ് വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, മിക്കവാറും അവനെ വളക്കെട്ടാൻ സാധ്യതയുണ്ട്, നീ നേരിട്ട് പോണതായിരിക്കും നല്ലത്. ഇതാണ് ദർശനത്തിൻ്റെ പ്രത്യേകത. ഇത് 97 ചരിത്രമാണ്. ഇത് 97 ചരിത്രമാണ്. ഞാൻ ആളെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകത്തില്ല, നിങ്ങൾക്കറിയാമല്ലോ, അതെൻ്റെ ഒരു സെക്രട്ടല്ലേ. അപ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ എല്ലാ വിഷയങ്ങൾക്കും ദൈവികമായ ഇടപെടലുകളുണ്ട്. പക്ഷെ അതേസമയം തന്നെ ഞാൻ ഇവരോട് പറയും, ഇത് ഉടമ്പടി ഫോർമാറ്റ് വരുമ്പോൾ ഇത് നോട്ട് ബൈ മെറിറ്റിലാണ് വർക്ക് ചെയ്യണത്. അഥവാ നമ്മുടെ മധ്യസ്ഥനെ വെക്കണമെന്നുണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ വിശുദ്ധിയുള്ള ആളും പരിശുദ്ധാത്മാവ് തന്നെ പ്രവർത്തിക്കുമെന്ന് നമുക്ക് ഉറപ്പുള്ള ആളായിരിക്കണം. കാര്യം എന്താണ്, ഈ മധ്യസ്ഥന് 3 ആത്മാവ് പ്രവർത്തിക്കാമല്ലോ, ദൈവാത്മാവ്, ദുഷ്ടാത്മാവ്, ലോകാത്മാവ്. ആളെ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ അങ്കിളാണെന്നൊരു കാര്യമില്ലേ, ഭയങ്കര കോഴിയായിരിക്കും പറ്റുന്ന പാർട്ടി. ഇയാളാണ് ചെല്ലണമെന്നുണ്ടെങ്കിൽ പഠിക്കട്ടെ നമുക്ക്. അപ്പോൾ ബന്ധം സ്വന്തം അല്ല പ്രശ്നം, വിശുദ്ധിയോടെ ജീവിക്കുന്ന ഒരാളായിരിക്കണം മധ്യസ്ഥനായിട്ട് വരേണ്ടത് എപ്പോഴും. അല്ലെങ്കിൽ എന്താ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യരൂപി പ്രവർത്തിക്കും, ലോകാരൂപി പ്രവർത്തിക്കും, ദൈവാരൂപി പ്രവർത്തിക്കത്തില്ല, മാറി നിൽക്കും. ഇത് ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കേണ്ട വിഷയമാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെയാണ് ഈ മധ്യസ്ഥമായ ഈ വിഷയം വരുമ്പോഴേ ഒന്ന് ശ്രദ്ധിക്കട്ടെ മക്കളെ. യേശു സ്വസ്ഥം. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 യേശുവേ ആരാധന 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 ആരാധന. യേശുവേ നന്ദി. മഹത്വം മഹത്വം മഹത്വം. ഹല്ലേലൂയ. മഹത്വം ആരാധന ആരാധന. ഹല്ലേലൂയ. ആരാധന തുല്യം ചെയ്യാൻ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ തുല്യം ചെയ്യാൻ ആരുമില്ലേ, അങ്ങേപ്പോലെ യേശുവേ ജീവനേ സ്വന്തമേ അങ്ങേ ജീവനേ ജീവനേ സ്വന്തമേ
ആരാധന 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 ഇസ്ലാം. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഉടമ്പടി വരുമ്പോൾ ഒരു ഫോർമുലയാണ് അതിൻ്റെ അകത്ത് മെയിനായിട്ട് നിൽക്കുന്നത്. എന്താണ്? ഇപ്പോൾ ലൈറ്റ് വെയിറ്റിംഗ് ഉണ്ട്, ഭാരചുരുക്കം, വിഷയം ഭാരചുരുക്കം ഉണ്ടാവും. അതുപോലെ തന്നെ പ്രസൻസ് ഫീൽ ചെയ്യും, സാന്നിധ്യം ഉണ്ടാവും. അതിന് ടൈം ഷോർട്ടനിങ് സംഭവിക്കും, സമയച്ചുരുക്കം ഉണ്ടാകും. പക്ഷേ ഇതിൻ്റെ മെയിനുള്ള സംഭവം എന്താണ്? നോട്ട് ബൈ മെറിറ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബട്ട് ബൈ ഗ്രേസ്. നിൻ്റെ കഴിവല്ല, ദൈവത്തിൻ്റെ കൃപയെന്നുള്ളത്. അതുകൊണ്ട് നമ്മളെന്താ ചെയ്യണം? ഉടമ്പടിയുടെ ട്രീറ്റ്മെൻറ്റ് എന്താണ്? കഴിവ് കുറച്ചിട്ട് കൃപ വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ പുതിയ ടോണിക്കുകൾ കഴിച്ചുകൊണ്ടിരിക്കും. പിടിയിട്ടില്ലേ? ഇവിടെ ചെയ്യണത് അതാണ്. കഴിവ് കുറക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടുകാർ, സ്വന്തപ്പെട്ടവർ, സഹോദരങ്ങൾ, ഇങ്ങനെ കുറേ ആൾക്കാർ നമ്മുടെ കഴിവില്ലേ അത് കുറച്ചിട്ട് ദൈവത്തിൻ്റെ കഴിവ് പ്രവർത്തിക്കാൻ പറ്റുന്ന രീതിയിൽ റീഫോർമാറ്റ് ചെയ്യണതാണ് ഉടമ്പടി കൗൺസിലിങ്. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ സെക്കൻഡ് കൊണ്ട് തീരും പരിപാടി. ആൾക്കാരെ വരുമ്പോൾ ജസ്റ്റ് പറഞ്ഞ് കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ വിവേചനമൊക്കെ ആവും. അപ്പോൾ തന്നെ ചിലപ്പോൾ റെഡിമെയ്ഡ് ആൻസർ പറയും, ചാപ്റ്റർ ക്ലോസ് ചെയ്യും. കാര്യം എന്തുമാത്രം ആൾക്കാർ ഉടമ്പടി എടുക്കണത്. അല്ല മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ ഇരിക്കുന്ന രീതിയല്ല ഇത്. അതൊക്കെ സെക്കൻഡുകൾക്കുള്ളിൽ കാര്യങ്ങളെല്ലാം മാറും ചിലപ്പോൾ. പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട പൊതു ഫോർമാറ്റ് എന്താണ്? നോട്ട് ബൈ മെറിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെറിറ്റിനെ കുറിച്ചല്ല ചിന്തിക്കേണ്ടത്, പിന്നെ എന്താണ്? ദൈവത്തിൻ്റെ ഗ്രേസിനെ കുറിച്ചാണ്. ഇത് ആഡ് ചെയ്യാൻ വേണ്ടി പുതിയ വിഷയങ്ങൾ നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ കൃപയുണ്ടാകാം. ചിലപ്പോൾ ചിലർക്ക് ക്ഷമിച്ചു കൊടുക്കും, ചിലർ സമാധാനത്തിലേക്ക് കൊണ്ടുവരും. കാരണം സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവരെ ദൈവപുത്രർ എന്ന് വിളിക്കപ്പെടും ഇല്ലേ? കുടുംബത്തിൽ എപ്പോഴും ഉണ്ടാകേണ്ട വിഷയം എന്താണ്? സമാധാനം സ്ഥാപിക്കുകയാണ്. പക്ഷേ കുടുംബത്തിൽ വരണ എപ്പോഴും നടക്കുന്ന വിഷയം എന്താണെന്ന് അറിയാമോ? കുടുംബത്തിൽ ഇപ്പോൾ 5 പേരുള്ള വീടാണെങ്കിൽ തന്നെ മിക്കവാറും അതിനകത്ത് ഗ്രൂപ്പ് ഉണ്ടാകും. അമ്മയും മക്കളും, ഒരു മകളും ഒരു ഗ്രൂപ്പ്, അപ്പനും മകനും അമ്മയും തമ്മിലൊരു ഗ്രൂപ്പും, ഇളയ മകളും ഗ്രൂപ്പ്, അപ്പനും മൂത്ത മകളും അതിൻ്റെ നടുവത്തെ മകളൊരു ഗ്രൂപ്പ്, അമ്മാമ്മ ഈ കൂട്ടത്തിൽ കൂടും. ഇങ്ങനെ ഗ്രൂപ്പിസം ഉണ്ടാകും. അപ്പോൾ ഈ ഗ്രൂപ്പിൻ്റെ ഇക്വിലിബ്രിയം, അതിൻ്റെ ഒരു ബാലൻസ് ഉണ്ടല്ലോ. ഈ ബാലൻസ് സൂക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ഗ്രൂപ്പിൽ പെട്ടിരിക്കുന്ന അപ്പനോ അമ്മയോ പറയുന്ന, മകളോ പറയുന്ന കാര്യം തെറ്റാണെങ്കിലും നിങ്ങൾ ചാരിക്കൊടുക്കും. എന്താ കാര്യം? നമ്മുടെ ഗ്രൂപ്പിലുള്ള ആളല്ലേ, ഗ്രൂപ്പ് ഇരുന്ന് ചാടി അപ്പുറത്ത് പോകരുത് എന്ന് വിചാരിച്ചുകൊണ്ട്. അപ്പം നമ്മളെന്ത് ചെയ്യും? സമാധാനം സ്ഥാപിക്കാൻ വേണ്ടി ലോകാരൂപിനെയാണ് എടുക്കുന്നത് അല്ലേ? അപ്പോൾ ദൈവത്തെ നമ്മൾ പുറത്താക്കും. ഈ ദൈവത്തെ പുറത്താക്കിക്കൊണ്ടാണ് നിങ്ങൾ കുടുംബത്തിലെ സമവാക്യം സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. അപ്പോഴും സൂക്ഷിക്കണം. ആരൊക്കെ ഓരോരുത്തരെങ്കിലും ചാരുമ്പോഴേ അവർ കാണിക്കുന്ന പോക്കരുത്തരത്തിന് നിങ്ങൾ ഹല്ലേലൂയ പറയുന്നില്ലേ? അതോടുകൂടി നിനക്കടുത്ത് തീരുമാനമാകും. വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. എന്താണ്? ഞാൻ കർത്താവുമായിട്ട് ഉടമ്പടി ചെയ്തിരിക്കുന്നു എന്നുള്ള ബോധ്യം ഉണ്ടാകണം. അതാണ്. അതുകൊണ്ട് തന്നെ എന്ത് നിലപാടെടുത്താലും നമുക്ക് വേണ്ടി നാളെ ഇന്നലെ കാലങ്ങളിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്തതായിട്ടുള്ളതാണ്. നീ ഇപ്പം വിശുദ്ധിയാണ്, നീ പുണ്യാളത്തിയാണ്, എന്നാൽ പള്ളിയിൽ പോയി ഇടവകൊക്കെ കയറി ആ രൂപക്കുണ്ടിനകത്ത് കയറി ഇരുന്നോന്ന് പറയും, നിനക്ക് ആവശ്യമില്ലെന്ന് പറയും, നമ്മളെ ഒഴിവാക്കി കളയും. വീട്ടിൽ നമ്മളെക്കൊണ്ട് വലിയ പ്രയോജനമൊന്നും ഇല്ലെന്ന് നമ്മുടെ ഗ്രൂപ്പിന് തോന്നിയാൽ അവർ ന്യൂട്രലായിട്ട് ഒഴിവാക്കി കളയും. സ്ഥലത്ത് കിട്ടുന്ന സ്ഥലത്ത് എല്ലാം വെച്ച് പാര വെക്കുകയും ചെയ്യും. നമ്മളെ വേണേ ചോറ് വരെ എടുത്ത് കഴിച്ചു കളയവർ നമ്മൾ താമസിച്ചാൽ. അയ്യോ ഞാനോർത്ത് നീ അവിടുന്ന് കഴിക്കുമെന്ന് ഓർത്തെന്ന് വിചാരിക്കും. പോരെ? അപ്പോൾ നമുക്ക് നീരസം അരിശം ഉണ്ടാകണം. പക്ഷേ എന്താ ചെയ്യേണ്ടത്? നിങ്ങളെ ദ്രോഹിക്കുന്നവരെ ആശീർവദിക്കുക മാത്രമേ ചെയ്യാവൂ. അപ്പോൾ അതൊക്കെ കർത്താവിൻ്റെ വചനം പറഞ്ഞാലേ നമുക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അപ്പോൾ നിൻ്റെ ചോറെടുത്ത് അവർ കഴിച്ച് ന്യൂട്രൽ കഴിച്ചാൽ നിന്നെ പട്ടിണിക്കിടാൻ തന്നെ കരുതി കുടിച്ചിട്ട പരിപാടിയാണത്. നിനക്ക് തിരിച്ചു വെച്ചിരിക്കുന്ന പാരയാണ്. അപ്പോൾ നീ എന്താ വിചാരിക്കണം? അപ്പോൾ നീ പറയും സാരമില്ല, ഏത് പട്ടിക്കൊരു ദിവസം ഉണ്ടല്ലോ, നിനക്കിട്ട് ഞാൻ പണി വെച്ചിട്ടുണ്ടെന്നാണ് പറയണത്. എന്നാ ഇത് പറഞ്ഞാൽ ഉടമ്പടി നിലനിൽക്കത്തില്ല. കാര്യം സ്പിരിറ്റ് വേറെയാണ്. ഉപയോഗിക്കുന്ന സ്പിരിറ്റ് എന്താണ്? ലോകാരൂപിയാണ്. ഈ ലോകാരൂപിയിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റിയ സാഹചര്യങ്ങൾ ഉടമ്പടിക്കാലത്ത് പുതിയ കാര്യങ്ങളുണ്ടാകും. ഇതിനോടാണ് ഈ മൗനം പാലിക്കണമെന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? ഇതിനോട് മൗനം പാലിക്കണം. എന്താണ്? അമ്മ ഹൃദയത്തിൽ സംസാരിച്ച് പോയാൽ നമുക്ക് ഈ വിഷയത്തിൽ സംസാരിച്ചാൽ മാനുഷ്യമായി പോകും. മാനുഷികമായാൽ അത് മിക്കവാറും ദൈവത്തിൻ്റെ അരുവിക്കെതിരാകും. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യും? മിണ്ടത്തില്ലെന്ന് പറഞ്ഞ് ഹൃദയത്തിൽ സംഗ്രഹിച്ച് പോരാക്കരുത്. ഹൃദയത്തിൽ 2 തരത്തിൽ സംഗ്രഹിക്കാം. ദൈവഹിതം നിറവേറട്ടെ, ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ എന്നാണ് മാതാവ് സംഗ്രഹിച്ചത്. നിങ്ങൾ വിചാരിക്കണത് എന്താണ്? ഏത് പട്ടിക്ക് ഒരു ദിവസം എൻ്റെ പുളിച്ചയും പൂക്കും എന്ന് പറഞ്ഞ് ഹൃദയത്തിൽ സംഗ്രഹിക്കാം. പിടിയിട്ടില്ലേ? എന്നാൽ എനിക്കൊരവസരം കിട്ടും വട്ടം ചവിട്ടാൻ, അതും കടന്ന് മോങ്ങരുതെന്ന് പറയും നമ്മൾ. നമുക്കൊരു സമാധാനം കിടന്നുറങ്ങുകയും ചെയ്യും.
അപ്പോൾ ഇതെല്ലാം നമ്മൾ ഉടമ്പടി നോക്കേണ്ട കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ ദൈവം ആഗ്രഹിക്കുന്നത് നിന്നെ ദൈവ പൈതലായിട്ട് കൺവേർട്ട് ചെയ്യാനാണ്. നീ ആഗ്രഹിക്കുന്നത് ലോകത്തിലെ ഏറ്റവും മോശം, നിങ്ങൾ പറയും അത് ഇവിടെയൊക്കെ ജീവിക്കണമെങ്കിൽ പല്ലും നഖവും വേണം അച്ഛാന്ന് പറയും. അച്ഛനൊക്കെ പറയും അത് അത്തറയിലേ പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ ജീവിക്കണമെങ്കിൽ പല്ലും നഖവും വേണമെന്ന് പറയും. പല്ലും നഖവും വെച്ചാലും കണ്ടവൻ കുറച്ച് കഴിയുമ്പോൾ ഊരിക്കൊണ്ട് പോകുന്നത്. പിന്നെ നീ മോങ്ങി തന്നെ കർത്താവിൻ്റെ അടുത്ത് തന്നെ വരേണ്ടി വരും. അഭ്യാസം കാണിക്കരുത്. മറിച്ച് കർത്താവിനെ കൊണ്ട് ഇപ്പോൾ ഈ സിമി ജോണിൻ്റെ ചരിത്രം കണ്ടില്ലേ? സിമി ജോൺ എന്താ പറയണത്? സിമി ജോൺ പറയണത് ഇതാണ്, എന്നോട് പറഞ്ഞ എന്താണ് പറഞ്ഞത്? കർത്താവ് നിന്നെ നിരന്തരം നയിക്കും. പിന്നെന്താ പറയണത്? മരുഭൂമിയിൽ നിനക്ക് സമൃദ്ധി നടക്കും. എന്നിട്ട് സിമി ജോൺ പറയുന്നത് ഞാൻ ഇവിടെ നിൽക്കരുത്. ഇവളിത് പറയുമ്പോഴേ അവളത് പറഞ്ഞപ്പോഴേ എനിക്ക് കറണ്ട് അടിച്ചു. ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞു, സിസ്റ്റർ ആ സാക്ഷ്യം നോട്ട് ചെയ്തേക്കാൻ പറഞ്ഞു. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിവളെ പറയുമ്പോൾ തന്നെ അവൾ പറയുന്ന വാക്കുണ്ട്, കർത്താവ് എന്നോട് പറഞ്ഞു, ഞാനത് വിശ്വസിച്ചു, പരീക്ഷ എഴുതാൻ തീരുമാനിച്ചു, ഈ തൊണ്ടയും വെച്ചാണെന്ന്. അതാണ് വിഷയം. അതായത് കർത്താവ് എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഞാൻ നിന്നെ കൈപിടിച്ച് നിരന്തരം നയിക്കും, മരുഭൂമിയിൽ നിനക്ക് സമൃദ്ധി നൽകും എന്ന് പറഞ്ഞപ്പോൾ ഞാനത് വിശ്വസിച്ചു. അത് വചനത്തിൻ്റെ പ്രശ്നം, അത് നിറവേറണമെങ്കിൽ അത് വിശ്വസിക്കണം. ചിലർക്ക് ഭാഗികമായി വിശ്വസിക്കും, ചിലർ കുറച്ച് വിശ്വസിക്കും, ചിലപ്പോൾ ഒക്കുമായിരിക്കും, ചിലവർക്കൊക്കും ചിലവർക്കൊക്കത്തില്ലെന്ന്. അങ്ങനെയല്ല, കർത്താവ് പറഞ്ഞാൽ പിന്നെ കർത്താവ് അങ്ങയോട് അളിച്ചത കാര്യങ്ങൾ നിറവേറ്റുമെന്ന് ഞാൻ വിശ്വസിച്ചു. അതുകൊണ്ട് ഞാനെന്ത് ചെയ്ത് ഈ കുരത്തൊണ്ടയും കൊണ്ടുപോയി പരീക്ഷ എഴുതാൻ തീരുമാനിച്ചു. ഞാൻ പരീക്ഷ എഴുതാൻ വേണ്ടി ചെന്നപ്പോൾ കർത്താവ് പറഞ്ഞാണ്, ഞാൻ നിന്നെ നിരന്തരം കൈപിടിച്ച് നിന്നെ നിരന്തരം നയിക്കും. ഞാൻ പരീക്ഷ ഹോളിൽ ചെന്നപ്പോൾ തന്നെ എനിക്ക് സംസാരിക്കാൻ പറ്റിയെന്ന് തൊണ്ട പറഞ്ഞു. പിന്നെ ഇവിടെ റിട്ടേൺ പരീക്ഷ ഭയങ്കര രസമാണ്. അത് എഴുതുമ്പോൾ ബബിൾസ് ഇങ്ങനെ കറുപ്പിക്കണ്ടേ? കറുപ്പിക്കുമ്പോഴുടനെ ഉടനെ കറുപ്പിക്കാൻ വേണ്ടി കറുപ്പിക്കാൻ വേണ്ടി ഉടനെ എടുത്ത് ഉരക്കാൻ വേണ്ടി പേസ് എടുക്കുമ്പോൾ ഈശോ പറയും നോ 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 നോട്ട് നോട്ട് എന്ന് പറയും. അതല്ല തെറ്റാണ്, തെറ്റായ ഉത്തരവാണ്, ഇപ്പുറത്തെന്ന് പറഞ്ഞു. എൻ്റെ അമ്മ ഈ ദൈവത്തിൻ്റെ കാര്യം ഭയങ്കര രസമാണ്. അതായത് ഇങ്ങനെ തെറ്റായ ഉത്തരം കർപ്പിക്കാൻ പോകുമ്പോഴൊക്കെ കർത്താവ് ഇവരോട് പറഞ്ഞു കൊടുക്കും, അതല്ല മോളെ ഇത് ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് മൊത്തം അത് കർപ്പിച്ച് അവൾ മൊത്തം ജയിച്ച് പരീക്ഷയ്ക്ക്. അതിനാണ് പ്രസൻസ് എന്ന് പറയണത്. പ്രസൻസ് എന്താണ്? നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ പിന്നീട് ഇടത്തെ വായിച്ചാൽ 21:30-21 ഐസയ ശ്രുതികട ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശയ്യ 30:21 നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും. ഇതാണ് വഴി ഇതിലേ പോവുക. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രസൻസിന്റെ ഉദ്ദേശം എന്താ? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ അതുകൊണ്ട് ചെയ്യിക്കത്തില്ല. ദൈവം ഭയങ്കര സുരക്ഷിതമാണേ. ഇപ്പോൾ നിങ്ങളൊരു മനുഷ്യൻ്റെക്ക് വന്ന് ഇപ്പോൾ നാളെ ഒരാൾ വരും, നിങ്ങൾ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞ പാർട്ടിയാണ്, അയാൾക്ക് 4 ലക്ഷം കൊടുക്കണം. അപ്പോൾ നിങ്ങൾ വേറെ എടുത്തും പറയും അത് കുഴപ്പമില്ല, നമുക്ക് ഇന്നയാളുടെ ഇത് മേടിക്കാമെന്ന് പറയും. പക്ഷേ അയാൾ ഭയങ്കര ലോക ബ്ലേഡാണെങ്കിൽ നിൻ്റെ കിഡ്നി അടിച്ചുകൊണ്ട് പോണ പാർട്ടിയാണെങ്കിൽ മാതാവ് പറയും അവൻ്റെയൊക്കെ ഇത് മേടിക്കണ്ട, ഈ വന്നാളെ ഞാൻ നിരത്തി തരാമെന്ന് പറയും. അച്ഛാ നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ എപ്പോഴും നീ ഓർത്തേക്കണം, അതിനാണ് ഈ ഉടമ്പടിക്ക് ആശീർവാദം നിനക്ക് തന്നു വിട്ടിരിക്കണത്. നിനക്കെന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അതിന്മേ തൊട്ട് വിശ്വാസപ്രമാണം ചെല്ലണം. എന്താണ്? കർത്താവിൻ്റെ പ്രസൻസ് നിനക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയാണ്. പ്രസൻസ് നമുക്ക് ഉടമ്പടി വാഗ്ദാനമുള്ളതാണ്. എന്താണ്? ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ. അത് മറന്നു പോകരുത്. ഈ നോട്ട് ബൈ മെറിറ്റ് പോലൊരു സംഭവമാണത്. എന്താണ്? നീ എവിടെ പോയാലും വാഗ്ദാനമാണേ, നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. അതുകൊണ്ടാണ് ഈ പരീക്ഷയ്ക്ക് ഒരിക്കലും പിള്ളേർക്ക് ഇത് കൊടുത്തു വിടരുതെന്ന് പറയണത്. ഉടമ്പടിക്ക് ആശ്ചര്യം കൈമാറ്റം ചെയ്യാൻ പാടില്ല. ചില ഒരു ബോധമില്ലാത്ത ആൾക്കാർ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അതിനെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ബോധമില്ല. അവർ ചില ധ്യാനകേന്ദ്രങ്ങളിൽ, ഒരു ധ്യാനകേന്ദ്രം കേരളത്തിൽ അത്ര പ്രാധാന്യമുള്ള ധ്യാനകേന്ദ്രമല്ല, പക്ഷെ അവിടെ ഉള്ള ഒരു ശുശ്രൂഷകൻ്റെ പരിപാടി ഉടമ്പടിയുടെ കല്യാപുളിക്ക്. അതുകൊണ്ട് ഇവർ ട്രാപ്പ് ചെയ്ത് ഇവനെ ഉടമ്പടി അവർ ധ്യാനം കുടിച്ചിട്ട് ഇവരുടെ കയ്യിലുള്ള ഈ ഉടമ്പടി കാശ് അടിച്ചു മാറ്റും. എന്നിട്ട് ഈ ബോധമില്ലാത്തത് കൊണ്ട് അവർക്ക് കൊടുത്തിട്ട് വീട്ടിൽ പോകും. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളുടെ ഉടമ്പടി കാശുരം കൈമാറും, അത്രയും നിങ്ങൾക്ക് ഉടമ്പടിയുമായിട്ട് ബന്ധമുള്ളതെന്ന് ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ തന്നെ ദൈവത്തിനറിയാം. അതുകൊണ്ട് തന്നെ ആ വ്യക്തികൾ കൂടെ ദൈവം ഉണ്ടാകത്തില്ല ഒരിക്കലും. എന്താ കാര്യം? നിങ്ങൾക്ക് ആ പ്രസൻസിനെ കുറിച്ച് അറിയത്തില്ല. അതുകൊണ്ടാണ് വല്ല കണ്ടാമൃഗങ്ങൾ ചോദിക്കുമ്പോൾ അപ്പം തന്നെ അഴിച്ചു കൊടുക്കണതിൻ്റെ കാര്യമാണ്.
അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചേക്കണം. ഇത് നമ്മുടെ കിടക്കയിലും ചിലർക്ക് പറയണേ, ഞാൻ മരിക്കുമ്പോൾ എൻ്റെ പെട്ടിയിൽ ഇപ്പോൾ കാശുരൂപ ഉണ്ടാകുമെന്ന് പറയും. അതാണ് ഉടമ്പടി എന്ന് പറയുന്നത്. അവർക്കറിയാം എന്താണ് ഉടമ്പടി കാശ് എന്ന് അവർക്കറിയാം. ഞാൻ മരിക്കുമ്പോൾ എൻ്റെ കൂടെ അമ്മയുടെ ഈ സാന്നിധ്യം, ഞാൻ അമ്മയുടെ ഉടമ്പടി ചെയ്ത് ജീവിച്ചിട്ടാണ് മരിക്കണത്. അതൊക്കെ കേൾക്കാൻ തന്നെ എന്തൊരു അഭിഷേകമാണ് ശരിക്കും. അത്രയും നമ്മുടെ ജീവിതത്തിൽ വിലപ്പിടിപ്പുള്ളതാണിത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയെന്ന് പറഞ്ഞാൽ ഞാൻ പറയുമ്പോൾ രണ്ടാമത് ഉടമ്പടി എടുക്കാൻ പറയും. പക്ഷേ ഡാമേജ് ആയെന്ന് പറഞ്ഞാൽ പറയും അതിങ്ങോട്ട് തന്നാൽ മതി, പുതിയത് അതുപോലെ തന്നെ വെഞ്ചരിച്ച് തരും. എന്താ കാര്യം? അതിന് 5 പൈസ വാങ്ങിക്കത്തുമില്ല, അത് ഫ്രീ ആണ്. കാര്യം എന്താണ്? അതിന് നമുക്ക് പണം ഇത്രയെന്ന് പറയാൻ പറ്റത്തില്ല, അത്രയും മൂല്യമുള്ളതാണത്. അതുകൊണ്ടാണ് അത് മാത്രം നമ്മൾ പൈസയുമായി യാതൊരു ബന്ധമില്ല ആ സാധനത്തിന്. അത് വളരെ സൂക്ഷിച്ച് വേണം ഉടമ്പടി കാശുര്യങ്ങളും എൻ്റെ മക്കൾ കൈകാര്യം ചെയ്യും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ. ഒരുമിച്ച് പാടാം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉടമ്പടി പ്രാർത്ഥനയിൽ